ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സുസ്വാഗതം. എന്താണ് ശീതം പിടിക്കുന്നത്? ഓഹോ, മഴയെ പെരുമഴ. എന്തൊരു മഴയാണിത്, എന്തൊരു മഴയാണ്. 2-3-4 ദിവസമായി ഇവിടെ ഭയങ്കര മഴയാണ്. എവിടെയും ഓടാൻ കഴിയുന്നില്ല, ചാടാൻ കഴിയുന്നില്ല, പറക്കാൻ കഴിയുന്നില്ല. ആകപത്തം ബുദ്ധിമുട്ടാണേ. എന്ത് ചെയ്യും? കലി. കാലവർഷം കനത്തു പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ കനത്ത് പെയ്യുന്നതിൻ്റെ രംഗങ്ങൾ ഞാൻ കാണിച്ചു തരാം, വരൂ. അത് മാത്രമല്ല, ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണണേ എല്ലാവരും, മറക്കരുത്. വാ, ഇതാ പെരുമഴ. എവിടെ ഓടാൻ കഴിയുന്നില്ല കേട്ടോ, എവിടെയും ഓടാൻ കഴിയില്ല. ഭയങ്കര മഴയാണ്. മഴ. ഇതാണ് മഴ, ഇതാണ് കാലവർഷം. എങ്ങും വെള്ളം. ഭയം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തോട്ട്, പക്ഷേ ഇതിന് ഈ ഉരുൾപൊട്ടൽ പ്രളയമില്ലാന്ന് ബുദ്ധിമുട്ട്, അതൊന്നും ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. പ്രാർത്ഥിച്ചേ പറ്റൂ. പ്രകൃതിയോട് നമുക്ക് പ്രാർത്ഥിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇത് വേണം. കണ്ടോ, കാഴ്ചകൾ കണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോകുന്നുണ്ടോ? ഒരു കുടയിലാണ് 2 പേര്. അത്ര വലിയ കുടയ്ക്ക് ക്ഷാമമാണ് കേരളത്തിൽ. നമ്മുടെ നാട്ടിലേ കുടയ്ക്ക് ക്ഷാമമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ട, ആ ചേട്ടനെ നോക്കിയിട്ട് ഒരു കുട ഒരാൾ എടുത്തിട്ട് പോകുന്നു. പക്ഷേ ഇന്നത്തെ തലമുറ എങ്ങനെയല്ല. എന്താ, ഒരു കുടയിൽ 2 പേർ, ചിലപ്പോൾ 3 പേർ പോകുന്നുണ്ടാവും. അതൊരു സുന്ദര മനോഹര കാഴ്ചയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കുടയ്ക്ക് ക്ഷാമമാണോ? അല്ല. 100 രൂപ മുതൽ കുടകളുണ്ടല്ലേ. വേണ്ടി വന്നാൽ അതിൽ കുറച്ചും കുടകൾ കിട്ടും പൈസ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒരു കുടക്കീഴൽ മാത്രം മതി 2 പേർ എന്നുള്ള ചിന്താക്കാരന്. നിങ്ങൾ നോക്കൂ, അവിടെ ഒരു വിദ്യാർത്ഥി വരുന്നുണ്ട്, യൂളാജിൽ പഠിക്കുന്നത്. ആ വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു കുടയിലാണ് പോകുന്നത്. കണ്ടോ, ഇത്ര മനോഹരമായ കാഴ്ച. പക്ഷേ നമ്മൾ കാണുന്ന ചില സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടക്കീഴിൽ 2 പേർ അല്ല 3 പേർ കോരിച്ചെരിയുന്ന മഴയത്ത് പോലും എന്താണ് ഒരു കുടക്കീഴിൽ 2 പേർ. അതിമനോഹരമായ കാഴ്ചയാണ്. ആ സ്കൂട്ടറിൽ പോകുന്നുണ്ടോ കുടയിൽ? കണ്ട, ഇദ്ദേഹം എന്താ ഇന്ന്? ഇദ്ദേഹം ഒരു കുട, ഒരു മനുഷ്യൻ. പക്ഷേ ചില പുതിയ തലമുറകൾക്ക് എന്താണ് അത് നോക്കൂ. എന്താണ് ഒരു കുടയിൽ 2-3 പേർ. അങ്ങനെയാണ്. ഇത് ചേട്ടനാണ് കേട്ടോ. ഈ ചേട്ടനെ നോക്കുക. അങ്ങനെ വരുന്ന ചേച്ചിയെ നോക്കൂ. എല്ലാവരും ഒരു കുടക്കീഴിൽ ഒരാൾ, അല്ലാതെ 2-3 പേരല്ല പുതിയ തലമുറയിൽ കുടകൾ ചൂടി മഴയത്ത് പോകേണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഒരു കുടയെടുക്കുക, കുടയിൽ ചൂടിപ്പോവുക. അതാണ്. ഇന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു, എവിടെയൊക്കെ നടക്കുന്നു, എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ള കാഴ്ചപ്പാട് കണ്ടോ. എല്ലാവരും ഒരു കുടക്കീഴിൽ, എല്ലാവരും ഒരു കുടക്കീഴിൽ ആണ് പോകുന്നത്. നോക്കൂ കേട്ടോ. മുതിർന്നവർക്കെല്ലാം അതിനുള്ള ബോധമുണ്ട്. പക്ഷേ പുതിയ തലമുറകൾക്കില്ല. പുതിയ തലമുറ ഒരു കുടക്കീഴിൽ 3 പേർ അല്ലെങ്കിൽ 2 പേർ എന്ന തോതിലാണ് യാത്ര ചിലപ്പോൾ കാണാൻ പറ്റുന്നത്. അത് കുട ഇല്ലാഞ്ഞിട്ടല്ല, അത് കുട വാങ്ങിക്കായിട്ടല്ല, അത് കുട പണം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ നോക്കൂ, മറ്റൊരു കാഴ്ച, കുട ഇല്ലാതെ എങ്ങനെ നടക്കാം എന്നുള്ള കാഴ്ച. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ,